ഇന്ന് നമ്മൾ ചാപ്റ്റർ 6th ചാപ്റ്റർ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ആണ് കാണുന്നത്. എന്തൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റത്തിൽ പറയുന്നത് നോക്കാം. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എംപ്ലോയീസ് ഉണ്ടാവും. എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പെർഫോമൻസ് മെഷർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മുടെ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ഓരോ ഓർഗനൈസേഷനിലും ഉള്ളത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ടോ, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസലിന് കുറേ ഡെഫിനിഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സ്കോട്ട്, ക്ലോത്തിയർ ആൻഡ് സ്പ്രീഗൽ ഡിഫൈൻ ചെയ്ത ഡെഫിനിഷനുണ്ട്. എഡ്വിൻ ബി ഫ്ലിപ്പോയുടെ ഉണ്ട്, ഷുബിൻ്റെ വേർഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ സ്കോട്ട്, ക്ലോത്തിയർ ആൻഡ് സ്പ്രേഗൽ പറഞ്ഞ ഡെഫിനിഷനാണ് നോക്കുന്നത്. അതാണ് ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയത്. ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെൻറ്റ്സ് ആണ്. ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്തിൻ്റെ ബേസിലാണ്? ഒരു ജോബിൽ അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിൻ്റെ ബേസിൽ ഓഫ് ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെൻറ്റ്സ്. ഒരു ജോലിയിൽ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രമാത്രം അയാൾ പെർഫോം ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് എത്രമാത്രം അയാൾ നേടുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആണ് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസൽ ഈസ് ഓൾസോ നോൺ ആസ് മെറിറ്റ് റേറ്റിംഗ്. അതിനെ നമ്മൾ മെറിറ്റ് റേറ്റിംഗ് എന്നും പറയും. ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് വൺ പറയുന്നു, പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പെർഫോമൻസ് അപ്രൈസൽ ഒരു എംപ്ലോയി ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാൽ പിന്നെ അയാൾ എല്ലാ ദിവസവും പെർഫോം ചെയ്തോളും, ഇനി ഇവാലുവേറ്റ് ചെയ്യേണ്ട എന്നല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് എംപ്ലോയീസ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എപ്പോഴും വിലയിരുത്തേണ്ട ഒന്നാണ്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ദെൻ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒന്നാണ്. ഒരു എംപ്ലോയിയുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ആ ജോബ് പെർഫോം ചെയ്യുമ്പം അയാൾക്ക് ഏതൊക്കെ കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ പറ്റുന്നില്ല. അപ്പോൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ദെൻ സയൻറ്റിഫിക് സ്റ്റഡിയാണ്. സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക്കലി ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ പീരിയോഡിക്കലി ആണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ എംപ്ലോയിയും ഇപ്പോൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നു എന്ന് ഓരോ സമയത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത് തന്നെ അയാൾക്ക് എന്തെങ്കിലും ഒക്കെ കറക്ഷൻസ് ആവശ്യമുണ്ടോ, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണോ, അതിനെ ഒന്നോടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുക. ദെൻ എംപ്ലോയീൻ്റെ എക്സലൻസ് റേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. എത്രമാത്രം നന്നായിട്ട് ഇവർ പെർഫോം ചെയ്യുന്നു എന്ന് വിലയിരുത്താനാണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഓൾ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് നന്നായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന പോരായ്മകളുണ്ട് ഈ പെർഫോമൻസിൽ, അപ്പോൾ അതിന് ഒന്നുകൂടെ ബെറ്റർ ആക്കാനായിട്ട് ഇന്നത് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ അവരുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനാണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഓരോ എംപ്ലോയീസിൻ്റെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് കൂടുതൽ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ദെൻ ടു പ്രിവെൻറ്റ് ഗ്രീവൻസ് ആൻഡ് ഇൻ ഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് ഓഫ് ദി പേഴ്സണൽ. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാനും അവരുടെ ഇടയിൽ ഡിസിപ്ലിനറി എന്തെങ്കിലും ഇൻഡിസിപ്ലിൻ ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അതിനെയൊക്കെ കറക്റ്റ് ചെയ്ത് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരാനൊക്കെ പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സക്സസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക അവരുടെ പെർഫോമൻസിലൂടെയാണ്. ഇപ്പോൾ ഒരു ട്രെയിനിങ് കൊടുത്തു എംപ്ലോയീസിന്, ആ ട്രെയിനിങ് പ്രകാരം ഇവരെല്ലാവരും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെയാണ് അവരെത്രമാത്രം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഈ ട്രെയിനിങ് അവർക്ക് ഉപകാരപ്പെട്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ.
Then to motivate the employees to perform well. അപ്പോൾ പെർഫോമൻസ് അപ്രൈസലിലൂടെ അവരുടെ പെർഫോമൻസ് മനസ്സിലായി, ഇനി അതിനെ ഒന്നോടെ മെച്ചപ്പെടുത്തുന്നതിന് മോട്ടിവേഷൻ കൊടുക്കാനും ഇത് സഹായിക്കും. ദെൻ കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് കരിയർ പ്ലാനിങ്. എംപ്ലോയീസിന് കൂടുതലായിട്ട് കോച്ചിങ്, കൗൺസിലിംഗ്, കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പെർഫോമൻസ് അപ്രൈസലിലൂടെ സാധിക്കും. ദെൻ എസ്റ്റാബ്ലിഷ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇപ്പം നല്ലൊരു പെർഫോമൻസ് അപ്രൈസൽ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ എംപ്ലോയീസിന് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള രീതികളൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവർ തമ്മിലൊരു നല്ല റിലേഷൻ, എംപ്ലോയി നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ടു ടെസ്റ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, റൊട്ടേഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു എംപ്ലോയിൻ്റെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, റൊട്ടേഷൻ ഇതൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് നടക്കാൻ അവരുടെ പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ റിസർച്ച്, ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിസർച്ച് ഒരു എന്താ പറയുക, പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ള റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ദെൻ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, പ്ലേസ്മെന്റിനൊക്കെ പെർഫോമൻസ് അപ്രൈസൽ ആവശ്യമാണ്. ഒരു വ്യക്തിക്ക് പ്രൊമോഷൻ കൊടുക്കണോ, ട്രാൻസ്ഫർ കൊടുക്കണോ എന്നൊക്കെ ചിന്തിക്കുന്നത് അയാളുടെ പെർഫോമൻസിനെയും കൂടെ വിലയിരുത്തിയിട്ടാണ്. ദെൻ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദ എബിലിറ്റി ആണ്. ഓരോ എംപ്ലോയീസും എങ്ങനെ ചെയ്യുന്നു, ഒരാൾ മറ്റൊരാളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി പെർഫോം ചെയ്യുന്നു എന്നൊക്കെ അറിയാനായിട്ട് പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. സോ ഓൾ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ്. ദ നെക്സ്റ്റ് ഈസ് പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ നോക്കാം. ഫസ്റ്റ് ഡിറ്റർമിനിങ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പെർഫോമൻസ് അപ്രൈസലിന് എന്തായാലും 2 ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് പെർഫോമൻസ് അപ്രൈസലിലെ പ്രോസസ്സ് ചോദിക്കാം. അതിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിറ്റർമിനിങ് ഒബ്ജക്റ്റീവ് ആണ്. എന്തിനാണ് എംപ്ലോയീസിന്റെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് തീരുമാനിക്കേണ്ടത്. ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യാം. അപ്പം അതിനകത്ത് ഒരു വ്യക്തിയുടെ ആ ജോബിൽ അയാൾ എത്രമാത്രം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് അറിയുന്നത് ചിലപ്പോൾ അയാൾക്ക് എന്താ പറയുക ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ അയാൾ ഹയർ പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അയാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ. അപ്പോൾ അങ്ങനെ ഏത് കാര്യത്തിനാണ് ഇയാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാം. ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്. ദെൻ എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഓർ ക്രൈറ്റീരിയ ആണ്. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കണം എന്നതിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്രമാത്രമാണ്. ഇപ്പം 8 hours 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ്, പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എങ്കിൽ അത് നമ്മൾ തീരുമാനിക്കാം. ഒരു എംപ്ലോയി ഇത്ര സമയം കൊണ്ട് ഇത്ര വർക്ക് ചെയ്യണം എന്നുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. അത് എന്താണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്നുള്ളത് എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ തേർഡ് വൺ, കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് ഇന്നതാണ് ഞങ്ങൾ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്, അപ്പം നിങ്ങളിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് എന്നുള്ളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ മെഷറിംഗ് പെർഫോമൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 8 hours 100 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ആണ് സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നത്. അപ്പം എംപ്ലോയി എത്രമാത്രം ചെയ്തു, എങ്ങനെ പെർഫോം ചെയ്തു എന്ന് അറിയണമെങ്കിൽ നമ്മളത് മെഷർ ചെയ്യണം. വെദർ ദ എംപ്ലോയി ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് 100 യൂണിറ്റ്സ് വിത്തിൻ 1 hour എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത്, ദാറ്റ് ഈസ് മെഷറിംഗ് പെർഫോമൻസ്. അയാൾ എത്രമാത്രം ചെയ്തു എന്നുള്ളത് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്. ഇപ്പം നമ്മൾ 100 യൂണിറ്റ്സ് 1 hour എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ whether the employee produce 100 units or more than 100 units or less than 100 units എന്നുള്ളത് നമ്മൾ എന്താ പറയുക കണ്ടെത്തി അതിനെ കമ്പയർ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ എംപ്ലോയി പെർഫോമൻസ് മെഷർ ചെയ്ത സമയത്ത് ചിലപ്പോൾ 90 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ 110 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് 110 ആണെങ്കിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് 10 യൂണിറ്റ്സ് അയാൾ സ്റ്റാൻഡേർഡിനേക്കാളും മോർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേസമയം 90 ആണെങ്കിൽ 10 യൂണിറ്റ്സ് അയാൾ ലെസ് ദാൻ ആണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് അയാളുടെ പ്രൊഡക്ഷൻ എങ്ങനെ അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് മേക്ക് ഡിസ്കഷൻസ്. അപ്പോൾ ഡിസ്കഷൻസ് എംപ്ലോയിയുമായിട്ടും അതേപോലെ തന്നെ അതിൻ്റെ അതോറിറ്റീസായിട്ട് ഡിസ്കസ് ചെയ്യാം, ഓരോ വ്യക്തി ഇന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് 90 യൂണിറ്റ്സ് ആണ്, 10 യൂണിറ്റ്സ് ലെസ് ആണ്. അപ്പോൾ അതിനകത്ത് കറക്റ്റീവ് ആക്ഷൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് 100ലേക്ക് എത്താൻ പറ്റുക, അതിനുള്ള കറക്റ്റീവ് ആക്ഷൻസ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ പിന്നെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് നന്നായി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 1 week ടൈം കൊടുത്താൽ അയാൾ ബെറ്റർ പെർഫോം ചെയ്യും. അപ്പോൾ എന്താണ് ഇനി കൂടുതലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അയാൾ മോട്ടിവേറ്റ് ചെയ്ത് അയാൾക്ക് എന്താ പറയുക ഇൻസ്പിറേഷൻ എന്തെങ്കിലുമൊക്കെ റിവാർഡ്സ് ഒക്കെ കൊടുത്ത് അയാളെ ബെറ്റർ ആക്കുക. കൂടുതൽ എന്താ പറയുക
അയാൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും മോണിറ്ററിയോ നോൺ മോണിറ്ററിയോ റിവാർഡ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇതാണ് കറക്റ്റീവ് ആക്ഷനിൽ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. Then next we can see about methods of performance appraisal. Performance appraisal methods important ആണ്. ചിലപ്പോൾ എസ്സേ ചോദിക്കാം. മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മെത്തേഡ്സ് പറഞ്ഞു വെക്കുക. അപ്പോൾ അതിനകത്ത് മെയിൻലി 2 രീതിയിലാണ് ഇതിൻ്റെ മെത്തേഡ്സ് പറയുന്നത്. ട്രഡീഷണൽ മെത്തേഡ്സും മോഡേൺ മെത്തേഡ്സും ഉണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്സിൽ ദർ ഇസ് അബൌട്ട് 12 മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. And in modern methods, there's about 5 methods of performance appraisal. Total 17 methods ഉണ്ട്. In text there is only 16 methods. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് മെത്തേഡ്സ് എന്ന്. അപ്പോൾ ഒരു പെർഫോമൻസ്, ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് പല രീതിയിൽ സാധിക്കും. അതിന് ഉപയോഗിക്കുന്ന രീതികൾ ഏതൊക്കെയാണ്, മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുക. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സീ അബൌട്ട് ട്രഡീഷണൽ മെത്തേഡ്. ട്രഡീഷണൽ മെത്തേഡ്സിൽ ഫസ്റ്റ് വൺ നോക്കുക, റാങ്കിങ് മെത്തേഡാണ്. റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അവരെ എന്താ പറയുക ജഡ്ജ് ചെയ്തിട്ട് അതിനനുസരിച്ച് അവർക്ക് റാങ്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ പെർഫോമൻസിനനുസരിച്ച്. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എല്ലാ എംപ്ലോയീസിൻ്റെയും പേര് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഷീറ്റിൽ എഴുതും. എന്നിട്ട് അതിനകത്ത് ഓരോരുത്തർ ഇപ്പം ഒരു എംപ്ലോയിയുടെ ഇപ്പം റോൾ നമ്പർ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അവരുടെ ആൽഫബറ്റിക്കൽ ഓർഡറിലനുസരിച്ച് എല്ലാ എംപ്ലോയീസിൻ്റെ പേരും ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതി എന്ന് കരുതുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് സൈഡിൽ എഴുതി. എന്നിട്ട് അതിനകത്ത് നമ്മൾ നോക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും നല്ല പെർഫോമർ ആരാണ്. അപ്പോൾ അയാളുടെ പെർഫോമൻസിന് അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് അയാളുടെ പേര് വെട്ടിയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ അയാളുടെ പേര് ഫസ്റ്റ് എഴുതും. ഏറ്റവും പെർഫോമൻസ് നന്നായി പെർഫോം ചെയ്യുന്ന ആളുടെ പേര് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് എഴുതും. പിന്നെ ഏറ്റവും ലീസ്റ്റ് പെർഫോമറുടെ പേര് ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വെട്ടിയിട്ട് അയാളുടെ പേരും എവിടെ എഴുതും, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏറ്റവും ലാസ്റ്റ് എഴുതും. അങ്ങനെ ഓരോരുത്തരുടെയും പെർഫോമൻസിനനുസരിച്ച് പെർഫോമൻസ് നന്നായിട്ട് ചെയ്യുന്നവരെ ടോപ്പിൽ നിന്ന് താഴേക്കും ലീസ്റ്റ് പെർഫോമറെ താഴെ നിന്നും വരും. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ പേരും റൈറ്റ് സൈഡിലേക്ക് എഴുതുമ്പോൾ ആ ഓർഡർ നമുക്കറിയാൻ പറ്റും ആരാണ് ഏറ്റവും നല്ല പെർഫോമർ, പിന്നെ കുറഞ്ഞ പെർഫോമൻസ് ആരുടെ ഇതാണെന്നുള്ളത് ആ ലിസ്റ്റ് നോക്കി അറിയാൻ പറ്റും. ഇതിനെയാണ് റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരുടെയും പേര് എഴുതിയതിന് ശേഷം ഏറ്റവും നല്ല പെർഫോമറുടെ പേര് ആദ്യം എഴുതിയ ലിസ്റ്റിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്യുകയും ഇപ്പോഴേ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ടോപ്പിൽ നിന്ന് എഴുതി വരികയും ചെയ്യുന്നതാണ് റാങ്കിങ് മെത്തേഡ്. അപ്പോൾ അതിന് ഒരു ജഡ്ജ്മെൻ്റ് ആണ്. ഏറ്റവും നല്ല പെർഫോമർ ഇന്ന ആളാണെന്നുള്ള ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ചാണ് നല്ല പെർഫോമർക്ക് ഫസ്റ്റ് റാങ്ക് അവിടെ വരുന്നത്. Then second one paired comparison method ആണ്. Paired comparison method എന്ന് പറഞ്ഞാൽ പെയർ ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുമ്പോൾ എ എന്ന വ്യക്തിയെ ബിയോ ആയിട്ട് കമ്പയർ ചെയ്യാം. എന്നിട്ട് അതിൽ ഏറ്റവും നല്ല പെർഫോമർ എ ആണോ ബി ആണോ നോക്കുക. എ തന്നെ ആണെങ്കിൽ എനെ സിയോ ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ എയും സിയിലും ആരാണ് ഏറ്റവും പെർഫോമർ നോക്കുക. സി ആണെങ്കിൽ സിനെയും ഡിനെയും വെച്ച് കമ്പയർ ചെയ്യാം. അപ്പം അങ്ങനെ പെയർ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ഓരോന്ന് ഏറ്റവും നല്ല പെർഫോമർ ആരാണ്, സെക്കൻഡ് പെർഫോമർ ആരാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് പെയർഡ് കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് മെത്തേഡ് ഈസ് ഗ്രേഡിംഗ് മെത്തേഡ്. ഗ്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രേഡ് ചെയ്യാണ് ഒരാളുടെ പെർഫോമൻസ് ഏത് കാറ്റഗറി വരും. കാറ്റഗറി എന്ന് പറയുമ്പോൾ തിരിച്ചിരിക്കുന്നത് എക്സലന്റ്, വെരി ഗുഡ്, ആവറേജ്, പുവർ, വെരി പുവർ, ഔട്ട്സ്റ്റാൻഡിങ്, സാറ്റിസ്ഫാക്ടറി ഇങ്ങനെയുള്ള ഗ്രേഡുകളായിട്ട് തിരിച്ചിട്ട് ഇതിനകത്ത് ഓരോന്നിലും ഏതായിരിക്കും നമ്മുടെ എംപ്ലോയിയുടെ പെർഫോമൻസ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഗ്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രേഡിംഗ് അനുസരിച്ച് നമ്മളുടെ മെത്തേഡ് അനുസരിച്ച് ഓരോരുത്തർക്ക് ഗ്രേഡ് കൊടുക്കുക. എക്സലന്റ്, പെർഫോമർ, വെരി ഗുഡ് അങ്ങനെയുള്ള ഗ്രേഡ്സ് അസൈൻ ചെയ്യും. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലാണ്. ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, റേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരാൾ ഏത് ഇതിനകത്താണ് വരിക. ആവറേജ് പെർഫോമർ ആണോ, എബോ ആവറേജ് ആണോ, അതോ ബിലോ ആവറേജ് ആണോ, അങ്ങനെയുള്ള ഒരു റേറ്റ് ഓഫ് സ്കെയിലിൻ്റെ അകത്ത് നമ്മളിവരെ എംപ്ലോയിയുടെ പെർഫോമൻസിനനുസരിച്ച് അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയില് 2 രീതിയിലാണുള്ളത്, 2 റേറ്റിംഗ് സ്കെയിലുകളാണുള്ളത്. ഒന്ന് ഡിസ്ക്രീറ്റ് റേറ്റിംഗ് സ്കെയിലും വേറൊന്ന് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലും. അപ്പോൾ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൽ നമ്മൾ ഒരാളുടെ പെർഫോമൻസിനെ പുവർ, ആവറേജ്, ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ് ഇങ്ങനെയുള്ളത് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്, റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മാർക്ക് ചെയ്യുന്നത് 2 രീതിയിലാണ്, ഒന്ന് ഡിസ്ക്രീറ്റും ഒന്ന് കണ്ടിന്യൂസും.
ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ പെർഫോമൻസ് പുവർ ആണ്, അല്ലെങ്കിൽ ഇയാളുടെ പെർഫോമൻസ് ആവറേജ് ആണ്, അല്ലെങ്കിൽ ഗുഡ് ആണ്, വെരി ഗുഡ് ആണ്, എക്സലന്റ് ആണ്. അപ്പം ഇന്നത് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുക. അത് ആ ഒരു ലെവലിൽ ഉള്ളൂ. അല്ലാതെ ഇന്നത് ഈ ഒരു പോയിന്റ് തുടങ്ങി ഈ ഒരു പോയിന്റ് വരെ അയാൾ ഗുഡിൽ വരും, ഈ ഒരു പോയിന്റ് തുടങ്ങി ഈ ഒരു പോയിന്റ് വരെ അയാൾ വെരി ഗുഡിൽ വരും, അങ്ങനെ പറയുന്നില്ല ഡിസ്ക്രീറ്റിൽ. അയാൾക്ക് ഇന്ന പോയിന്റ് ആണെങ്കിൽ 5 ആണ് അയാളുടെ പോയിന്റ് എങ്കിൽ അയാൾ എക്സലന്റ് ആണ്, 4 ആണ് അയാളുടെ പോയിന്റ് എങ്കിൽ അയാൾ വെരി ഗുഡിലാണ്, 3 ആണ് അയാളുടെ പോയിന്റ് എങ്കിൽ ഗുഡ് ആണ്. അങ്ങനെ റേറ്റ് ചെയ്യുന്നതാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ, ഡിസ്ക്രീറ്റ് റേറ്റിംഗ് സ്കെയിൽ. അതേസമയം കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 0 to 1 അതിൻ്റെ ഇടയിൽ ഏത് പോയിന്റ് വരുവാണെങ്കിലും അയാൾ വെരി ഗുഡ് ആണ്, വെരി പുവർ ആണ്. 1 to 2 ഇടയിൽ വരുവാണെങ്കിൽ അയാൾ പുവർ ആണ്. 2-ന്റെയും 3-ന്റെയും ഇടയിൽ ഏത് പോയിന്റിൽ അയാൾ വന്നാലും അയാൾ ആവറേജ് ആണ്. 3-ന്റെയും 4-ന്റെയും ഇടയിൽ അയാൾ ഏത് പോയിന്റ് വന്നാലും അയാൾ ഗുഡ് ആണ്. 4-ന്റെയും 5-ന്റെയും ഇടയിൽ അയാൾ ഏത് പോയിന്റ് വന്നാലും എക്സലന്റ് ആണ്. ഇങ്ങനെ റേറ്റ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് തുടങ്ങി അടുത്ത പോയിന്റ് വരെ ആ ഒരു റേറ്റിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവർക്ക് എന്താ പറയുക, അവരുടെ വർക്കിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും ആപ്റ്റിറ്റ്യൂഡിൻ്റെയും ഒക്കെ അനുസരിച്ചാണ് അവർ നമ്മൾ അതിൽ ഓരോന്നിലും പെടുത്തുന്നത്. അപ്പോൾ ഒരാൾക്ക് അത് ചെയ്യാനുള്ള കഴിവും അയാളുടെ ആ ചെയ്യുന്ന രീതിയും ക്വാണ്ടിറ്റി ഓഫ് വർക്കും ക്വാളിറ്റി, ഇപ്പോൾ 8 മണിക്കൂറിനുള്ള അയാൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, എക്സലൻറ്റിൽ വരും. അപ്പോൾ അത് 4 to 5 ഇടയിൽ ഏത് പോയിന്റ് വന്നാലും കണ്ടിന്യൂസ് റേറ്റിംഗ് പ്രകാരം അയാൾ എക്സലൻറ്റ് വരും. അതേസമയം ഡിസ്ക്രീറ്റിൽ 5 പോയിന്റ് ആണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അയാൾ എക്സലൻറ്റ് വരും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതിനകത്ത് ഓരോന്നിലും ലഭിക്കുന്ന പോയിന്റ് ലഭിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് വർക്കിൻ്റെയും ക്വാളിറ്റി ഓഫ് വർക്കിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരാൾക്ക് പോയിന്റ് അസൈൻ ചെയ്യുന്നത്. ദെൻ അടുത്ത ചെക്ക് ലിസ്റ്റ് മെത്തേഡാണ്. ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടാവും. ഒരു ലിസ്റ്റ് തരും, അതിനകത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ എസ് ആണോ നോ ആണോ കൊടുക്കുന്നത്, അതിനനുസരിച്ചാണ് ആ ചെക്ക് ലിസ്റ്റ് മെത്തേഡിൽ ഒരു എംപ്ലോയറിൻ്റെ പെർഫോമൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇസ് ദ എംപ്ലോയർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദ ജോബ്, എസ് ഓർ നോ. ഇസ് ദ എംപ്ലോയർ റെഗുലർ ഓൺ ദ ജോബ്, എസ് ഓർ നോ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിനകത്ത് നമ്മുടെ താല്പര്യം എന്താണ്, നമ്മളത് നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. നോ ആണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് മനസ്സിലാവും. അപ്പോൾ ചെക്ക് ലിസ്റ്റിൽ കുറേ ക്വസ്റ്റ്യൻസും എസ് ഓർ നോയും മാർക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജോബ് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് റേറ്റേഴ്സിനെ വെച്ചിട്ടാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ എംപ്ലോയിൻ്റെ പെർഫോമൻസിനെ റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജോബ് പെർഫോം ചെയ്യാനായിട്ട് എംപ്ലോയി എത്രമാത്രം പ്രാപ്തനാണ്, എത്രമാത്രം ഏബിൾ ആണ് എന്നാണ് ഇവിടെ മെഷർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് റേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെയാണ് നമ്മൾ റേറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ റേറ്റേഴ്സ് റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റേറ്റേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം എംപ്ലോയീസ് ഇതിനകത്ത് ബെസ്റ്റ് ഫിറ്റ് ആണോ, ഏറ്റവും നന്നായിട്ട് ഈ ജോലി ചെയ്യാൻ പ്രാപ്തരാണോ ഈ എംപ്ലോയീസ്, ബെസ്റ്റ് ഫിറ്റ് ആണോ, അതോ ആവറേജ് ലെവലിൽ ഫിറ്റ് ആണോ, അതോ ലീസ്റ്റ് ഫിറ്റ് ആണോ, ഏറ്റവും ജോലി ചെയ്യാൻ ഈ ജോലി ചെയ്യാൻ ഇവർ സ്യൂട്ടബിൾ അല്ല, അതാണ് ലീസ്റ്റ് ഫിറ്റ് എന്ന് റേറ്റ് ചെയ്യാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ. അപ്പോൾ അവർ റേറ്റേഴ്സ് എന്നെ ഫോഴ്സ് ചെയ്യാണ് നമ്മൾ ഇവരെ മെഷർ ചെയ്തിട്ട് ഇവരുടെ പെർഫോമൻസ് നോക്കിയിട്ട് ഇതിനകത്ത് ഇവർ ഏത് ഗ്രൂപ്പിൽ വരുമെന്ന് പെടുത്താനായിട്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് 10% എന്ന് പറയുന്നത് ലീസ്റ്റ് ഫിറ്റിലും 70% എന്ന് പറയുന്നത് ആവറേജ് ആയിട്ട് ഈ ജോബ് ചെയ്യാൻ പറ്റുന്ന ആവറേജ് ലെവലിലുള്ളവരും 20% എന്ന് പറയുന്നത് ഇതിനകത്ത് ഹൈലി ഫിറ്റാണ്, അത് ബെസ്റ്റ് ഫിറ്റുമായിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഇവിടെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് റേറ്റേഴ്സ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 70% പേരും ഏകദേശം ഈ ജോലി ചെയ്യാൻ പ്രാപ്തരാണ്. 20% അബ്സല്യൂട്ട്ലി അവർ ഇതിനകത്ത് ചെയ്യാനായിട്ട് ശരിയായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആൾക്കാരാണ്. 10%ന് ഈ ജോലിയിൽ വെച്ചിട്ട് കാര്യമില്ല, അവരവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും നല്ലത് എന്ന് റേറ്റേഴ്സ് റേറ്റ് ചെയ്യുന്നതാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ദെൻ അടുത്തത് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അപ്രൈസൽ ആണ്. ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അപ്രൈസൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അവരൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒരു ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇൻസിഡൻറ്റിൽ ഇവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഇവർക്ക് പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇവർ നെഗറ്റീവായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അപ്രൈസൽ എന്ന്
പറയുന്നത്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു ഓർഗനൈസേഷന് ക്രിയേറ്റ് ചെയ്യാണ്, ആ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ സെയിൽസ് യാതൊരു രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് ഓർഗനൈസേഷനിൽ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുക, അപ്പോൾ സെയിൽസ് വിഭാഗത്തിൽപ്പെട്ട എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് അപ്രൈസ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഫീൽഡ് റിവ്യൂ മെത്തേഡാണ്. ഫീൽഡ് റിവ്യൂ മെത്തേഡിൽ എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടാവും അവിടെ. അപ്പം അതിനകത്ത് ആരാണോ, ഏത് സൂപ്പർവൈസർ ആണോ ഈ എംപ്ലോയീനെ കാര്യങ്ങൾ നോക്കുകയും അയാളെ റേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്, അയാളോട് ചോദിച്ച് എംപ്ലോയിയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് ഫീൽഡ് റിവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാരാണോ അയാൾ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയിട്ട് സൂപ്പർവൈസറോട് ഈ എംപ്ലോയിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ചോദിച്ച് മനസ്സിലാക്കും. അയാളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അയാളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ ഇമീഡിയറ്റ് സുപ്പീരിയറോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും റേറ്റേഴ്സ്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഫീൽഡ് റിവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ്. എംപ്ലോയി അറിയാതെ എംപ്ലോയിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുന്ന കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. മെയിൻലി ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അയാളെ പ്രൊമോഷൻ കൊടുക്കണോ, ഇന്ന ഒരു പൊസിഷനിലേക്ക് അയാളെ അപ്പോയിൻ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് ആ ഒരു എംപ്ലോയിയുടെ സുപ്പീരിയേഴ്സിനോട് ചോദിച്ച് കോൺഫിഡൻ്റ് ആയിട്ട്, എംപ്ലോയി അറിയാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയാതെ ഈ റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നതാണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് എസ്എ അപ്രൈസൽ മെത്തേഡാണ്. എസ്എ അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു റേറ്ററോട് എംപ്ലോയിയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ആ എംപ്ലോയിൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അയാളുടെ കഴിവ്, എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാവുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫോർമേഷൻസ് ഒരു എസ്എ, ഒരു പാരഗ്രാഫിൽ എഴുതി കൊടുക്കുന്നതാണ്. അയാളുടെ സുപ്പീരിയർ അല്ലെങ്കിൽ അയാളുടെ റൈറ്റർ ആയിരിക്കും അത് എഴുതി കൊടുക്കുക. അത് വെച്ചിട്ട് അയാൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എസ്എ അപ്രൈസൽ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ് അപ്രൈസലാണ്. ഗ്രൂപ്പ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് റേറ്റേഴ്സ് എംപ്ലോയി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് റേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഉണ്ടാവും, പിന്നെ എംപ്ലോയി ആയി കോണ്ടാക്റ്റിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സുപ്പീരിയേഴ്സ് ഉണ്ടാവും, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സണൽ എക്സ്പേർട്ട്, ഇങ്ങനെ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഇരുന്നിട്ട് ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ. ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ 2 മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്, ട്രഡീഷണലും മോഡേണും. അതിന് ട്രഡീഷണൽ മെത്തേഡ്സ് ആണ് നമ്മളിപ്പോൾ 11 മെത്തേഡ്സ് പറഞ്ഞത്. അടുത്തത് മോഡേൺ മെത്തേഡ്സ് ആണ്. മോഡേൺ മെത്തേഡ്സിൽ ഫസ്റ്റ് അസസ്മെൻറ്റ് സെൻറ്റേഴ്സ് ആണ്. മോഡേൺ മെത്തേഡ്സിൽ ഫസ്റ്റ് വൺ അസസ്മെൻറ്റ് സെൻറ്റർ ആണ്. അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ കുറച്ച് ദിവസത്തേക്ക് 1 വീക്കോ അല്ലെങ്കിൽ 1 മന്തിലേക്കോ ഒക്കെ ഒരു സെൻറ്ററിലാവും, ഒരു അസസ്മെൻറ്റ് സെൻറ്ററിൽ എല്ലാവരും വരികയും അവിടെ കുറേ കാര്യങ്ങൾ അവർ പെർഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവരവിടെ പെർഫോം ചെയ്യും. ആ സമയത്ത് ഇവർ ഓരോരുത്തരും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിരിക്കും ഇവർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ ഓരോരുത്തരും എങ്ങനെ പെർഫോം ചെയ്തു, അതിൽ ഏറ്റവും നല്ല പെർഫോമർ ആരാണ്, ആർക്കാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടതെന്നൊക്കെ അവിടുന്ന് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് കുറച്ച് ദിവസത്തേക്ക് ഒന്നിച്ച് ഒരു സെൻറ്ററിൽ വന്ന് അവിടെ നിന്ന് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡാണ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഹ്യൂമൻ റിസോഴ്സിനെ ഒരു ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് അസറ്റ്, വാല്യുബിൾ അസറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു എംപ്ലോയീനെ ഓർഗനൈസേഷനിലേക്ക് എടുക്കുന്നതിന് കോസ്റ്റ് വരുന്നുണ്ട്. അതേസമയം അയാൾ ആ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷന് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ കോസ്റ്റും ബെനിഫിറ്റ്സും വെച്ചിട്ട് ബെനിഫിറ്റ്സ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ എംപ്ലോയി നല്ലൊരു പെർഫോമർ ആണ്. അതേസമയം കോസ്റ്റാണ് കൂടുതലെങ്കിൽ അയാൾ നല്ലൊരു പെർഫോമർ അല്ല. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് അയാളുടെ പെർഫോമൻസ്, അതിനനുസരിച്ച് ഇപ്പോൾ ബെനിഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് അയാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡിൽ ചെയ്യണത്. അടുത്തത് ബിഹേവിയറൽ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ അല്ലെങ്കിൽ ബാർ എന്ന് പറയും. ബാർസ് ബിഹേവിയറൽ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിലിൽ
ബിഹേവിയറൽ എക്സ്പെക്റ്റേഷൻ സ്കെയിൽ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൻ്റെയും ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ബിഹേവിയറൽ എക്സ്പെക്റ്റേഷൻ സ്കെയിൽ പറഞ്ഞു വെക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു എംപ്ലോയിൻ്റെ ബിഹേവിയർ ആണ് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിലും ഒരു എംപ്ലോയി ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിഹേവിയർ ആണോ അവരുടെ ആക്ച്വൽ ബിഹേവിയർ, അതിനകത്ത് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കമ്പാരിസൺ നടത്തി ഓരോരുത്തരുടെയും ബിഹേവിയർ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ബിഹേവിയറൽ ആങ്കർഡ് റേറ്റിംഗ് സ്കെയിൽ ബാസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ്, MBO. ചിലപ്പോൾ എക്സാമിന് MBO എന്താണെന്ന് മാത്രമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO. അപ്പോൾ ഇതിനകത്ത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓഡിയോൻ്റെ അഭിപ്രായത്തിൽ, ജോർജ് എസ് ഓഡിയോൻ്റെ അഭിപ്രായത്തിൽ എ പ്രോസസ് whereby superior and subordinate managers of an organization jointly identify its common goal. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് സുപ്പീരിയറും സബോർഡിനേറ്റും ഒന്നിച്ച് മനസ്സിലാക്കുകയും ഡിഫൈൻ ഈച്ച് ഇൻഡിവിജ്വൽ മേജർ ഏരിയസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റും ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കി ഓരോരുത്തരുടെയും ഓരോ സബോർഡിനേറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയും അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്താണെന്ന് അവരോട് പറയുകയും അത് കറക്റ്റായിട്ട് അവർ ചെയ്തോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മെയിനായിട്ട് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും മനസ്സിലാക്കണം. ആ ഒബ്ജക്റ്റീവ്സ് നേടാനായിട്ട് സബോർഡിനേറ്റ്സ് പെർഫോം ചെയ്യുന്നുണ്ടോ, എന്താണ് അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട്, അതിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ടോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യാം എന്തൊക്കെയാണ്. ഇപ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യണം, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് അത് മാനേജർ മാത്രം മനസ്സിലാക്കിയ പോലെ എംപ്ലോയി മനസ്സിലാക്കണം. കാരണം എംപ്ലോയിലൂടെയാണ് ഈ ഒബ്ജക്റ്റീവ് നേടേണ്ടത്. അപ്പോൾ എംപ്ലോയീസും മാനേജേഴ്സും ഒബ്ജക്റ്റീവ് മനസ്സിലാക്കി അതിനുവേണ്ടി ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കും. അപ്പോൾ ഇതിനകത്ത് സ്റ്റെപ്സ് ഉണ്ട് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിൽ. ഫസ്റ്റ് വൺ എസ്റ്റാബ്ലിഷിങ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇവരുടെ ലക്ഷ്യം, ഈ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടും പ്രിസൈസ് ആയിട്ടും മെഷറബിൾ ആയിട്ടും ഡിറ്റർമിൻ ചെയ്യുക, ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമുക്ക് നേടേണ്ടത് ഒബ്ജക്റ്റീവ്സ് എന്ന് തീരുമാനിക്കുക. അതാണ് എസ്റ്റാബ്ലിഷിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഈസ് എസ്റ്റാബ്ലിഷ് ടാർഗറ്റ് ടു ബി അച്ചീവ്ഡ്. അപ്പം നമ്മൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവാണ് നമുക്കുള്ളത്. നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് ആ ഒരു പ്രോഫിറ്റ് നേടുക എന്നുള്ള ഒബ്ജക്റ്റീവ് നേടണമെങ്കിൽ ഏത് ടാർഗറ്റിൽ നിന്നുകൊണ്ടാണ്, ഏത് ടാർഗറ്റാണ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ടാർഗറ്റ് ടു ബി അച്ചീവ്ഡ്, അതിനകത്ത് എവറി സബോർഡിനേറ്റിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കണം, അവർ അറ്റൈൻ ചെയ്യേണ്ട ഗോൾ എന്തായിരിക്കണം, ഓരോരുത്തരും എന്ത് ടാർഗറ്റാണ് അറ്റൈൻ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് ഓരോരുത്തരെയും അവരുടെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുക. അതാണ് എസ്റ്റാബ്ലിഷ് ടാർഗറ്റ് ടു ബി അച്ചീവ്ഡ്. ദെൻ റിവ്യൂ ഓഫ് പെർഫോമൻസ്. ഇപ്പോൾ ഒരാളോട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ്, അയാൾ അറ്റൈൻ ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് അയാൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മെഷർ ചെയ്യുക. അതാണ് റിവ്യൂ ഓഫ് പെർഫോമൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിവ്യൂ ഓഫ് പെർഫോമൻസ്, അവരെത്രമാത്രം ആ ഒബ്ജക്റ്റീവ് നേടുന്നുണ്ട്, അവരെത്രമാത്രം അത് അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ദെൻ ഫീഡ്ബാക്ക്. അപ്പോൾ ഇതിനകത്ത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസിൽ ചിലപ്പോൾ കൂടുതലായിരിക്കാം, കുറവായിരിക്കാം, ചിലപ്പോൾ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ആയിരിക്കാം. അപ്പോൾ ഫീഡ്ബാക്ക് എംപ്ലോയീസിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിയിട്ടില്ല, കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുണ്ട്, അങ്ങനെയുള്ള ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത് നാലുമാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 15ാമത്തെ അല്ലെങ്കിൽ മോഡേൺ മെത്തേഡ്സിൽ 5ാമത്തെയാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അടുത്തത് ലാസ്റ്റ് മോഡേൺ മെത്തേഡ് സൈക്കോളജിക്കൽ അപ്രൈസലാണ്. സൈക്കോളജിക്കലി ഒരു എംപ്ലോയിയെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് സൈക്കോളജിക്കൽ അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് അയാളുടെ ഇമോഷണൽ സൈഡ്, ഇൻ്റലക്ച്വൽ സൈഡ്, മോട്ടിവേഷണൽ, അങ്ങനെയുള്ള സൈക്കോളജി പരമായിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അയാളുടെ ബിഹേവിയറും ഇവാലുവേറ്റ് ചെയ്യാനാണ്
സൈക്കോളജിക്കൽ അപ്രൈസൽ. ഒരു സിറ്റുവേഷൻ വന്നാൽ ഇമോഷണലി എങ്ങനെ അയാൾ കൈകാര്യം ചെയ്യും, അതേപോലെ തന്നെ എങ്ങനെ ഇൻ്റലക്ച്വലി അയാൾ കൈകാര്യം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, അയാളെ സൈക്കോളജിക്കലി ടെസ്റ്റ് ചെയ്ത് അയാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് സൈക്കോളജിക്കൽ അപ്രൈസൽ. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ദെൻ അടുത്ത് നമ്മൾ കാണുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആണ്. അപ്പോൾ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ആവശ്യമാണോ അല്ലയോ എന്നുള്ളതാണ്. ആവശ്യമാണ്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ആവശ്യം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുക. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ഫസ്റ്റ് വൺ പറയുന്നത് ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് നീഡ്സ് ഓഫ് എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അയാൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യകത എത്രയാണെന്ന് മനസ്സിലാക്കാനാണ്. സെക്കൻഡ് ഈസ് ടു ഇംപ്രൂവ് പെർഫോമൻസ്. അയാളുടെ പെർഫോമൻസ് ഇപ്പം നല്ലതല്ല, നന്നായിട്ട് അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനാണ് പെർഫോമൻസ് അപ്രൈസൽ. ദെൻ പേഴ്സണൽ ഡിസിഷൻ എടുക്കാനായിട്ട് ഓരോ എംപ്ലോയിനെ കുറിച്ചും അയാളെ വേറെ ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യണോ അതോ അയാൾക്ക് ട്രെയിനിങ് കൊടുക്കണോ, അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. ദെൻ റിക്രൂട്ട്മെൻറ്റ് നടത്തിയപ്പോൾ അത് എത്രമാത്രം എഫക്റ്റീവ് ആകണം എന്നത്, ആ ഒരു എഫക്റ്റീവ്നെസ് ഉറപ്പാക്കാനായിട്ട് പെർഫോമൻസ് അപ്രൈസൽ ആവശ്യമാണ്. ദെൻ ക്രിയേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. അപ്പോൾ ഇതിനകത്ത് എംപ്ലോയീസ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ, ഒരാൾ നന്നായിട്ട് ചെയ്ത് നല്ല പെർഫോമൻസ് ആണെങ്കിൽ അതിനനുസരിച്ച് മറ്റുള്ളവരുടെ പെർഫോമൻസും ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും ഇവിടെ എന്താ പറയുക, ആ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാനും പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഓരോ എംപ്ലോയിയുടെയും കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാം. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് അയാളുടെ കോൺഫിഡൻസ് വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതിന്. പിന്നെ പേഴ്സണൽ റിസർച്ച്, എംപ്ലോയിയെക്കുറിച്ച് പല സ്റ്റഡീസും കണ്ടക്ട് ചെയ്യാൻ, എങ്ങനെ ഇവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ എംപ്ലോയിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും പെർഫോമൻസ് അപ്രൈസലിലൂടെ. അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അവരുടെ പെർഫോമൻസ് അത്ര ബെറ്റർ അല്ലെങ്കിൽ അവരൊന്നുകൂടെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അവരുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അപ്രൈസൽ ആണ്. അതിനകത്ത് ഫോർമൽ അപ്രൈസൽ ഉണ്ട്. ഫോർമൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടെ ഒരു എംപ്ലോയിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ആണ് ഫോർമൽ അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സ്ഥാപനങ്ങളാണ് കൂടുതലായിട്ട് ഫോർമൽ അപ്രൈസൽ നടത്തുക. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതിന് കൃത്യമായ പ്രൊസീജിയർ ഉണ്ടാകും. ഒരു എംപ്ലോയി പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക് ആയിട്ടുമാണ് അതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ പ്രൊഫഷണൽ അപ്രോച്ചോടെയാണ് ഫോർമൽ അപ്രൈസൽ കണ്ടക്ട് ചെയ്യുക. ഇൻഫോർമൽ അപ്രൈസൽ എന്ന് പറയുമ്പോൾ സ്മോൾ യൂണിറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് ഇൻഫോർമലി ഓരോരുത്തരും നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മെയിനായിട്ടുള്ള അവിടുത്തെ ആൾ നോക്കി, ഓണർ നോക്കി ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഇൻഫോർമൽ. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു പ്രൊസീജിയറൊന്നും ഉണ്ടാവില്ല. ദെൻ തേർഡ് വൺ അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ് ആണ്. സുപ്പീരിയറിനെ എംപ്ലോയി ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ചില സമയത്ത് സുപ്പീരിയറിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്, അയാൾ എല്ലാ കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സബോർഡിനേറ്റ്സിനെ കൊണ്ട് അപ്രൈസൽ ചെയ്യിക്കുക. ദെൻ ഇൻഡിവിജ്വൽ അപ്രൈസൽ ഓരോ പേഴ്സൺസിൻ്റെ, ഓരോ വ്യക്തിയുടെയും, ഓരോ എംപ്ലോയിൻ്റെയും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അയാളുടെ സുപ്പീരിയർ ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 50 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ എംപ്ലോയീസും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അയാളുടെ തൊട്ടുമേലുള്ള സുപ്പീരിയർ ഇവാലുവേറ്റ് ചെയ്തതാണ് ഇൻഡിവിജ്വൽ അപ്രൈസൽ. ദെൻ ഗ്രൂപ്പ് അപ്രൈസൽ, അതിനകത്ത് ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സ് എംപ്ലോയിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പോൾ പേഴ്സണൽ HR ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറും സെയിൽസ് മാനേജറും പർച്ചേസ് എല്ലാവരും എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഇവാലുവേറ്റ് ചെയ്യാണ് ഗ്രൂപ്പ് അപ്രൈസൽ. അടുത്ത ഇനിഷ്യൽ അപ്രൈസൽ, അയാൾ ഓർഗനൈസേഷനിലേക്ക് ഒരു എംപ്ലോയി എടുത്ത് അയാൾക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു പീരീഡിൽ അയാളെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇനിഷ്യൽ അപ്രൈസൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പ്രൊമോഷണൽ അപ്രൈസലാണ്. പ്രൊമോഷണൽ അപ്രൈസൽ അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പ്രൊമോഷണൽ അപ്രൈസൽ. അയാളുടെ പെർഫോമൻസ് നല്ലതാണോ, പ്രൊമോഷന് യോഗ്യനാണോ എന്ന് നോക്കുന്നത്. ഗ്രൂപ്പ് അപ്രൈസൽ ഓൾറെഡി പറഞ്ഞു, ആരൊക്കെയാണ്, ഒന്നിൽ കൂടുതൽ സൂപ്പർവൈസേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് അപ്രൈസൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ എഫക്റ്റീവ് പെർഫോമൻസ് അപ്രൈസൽ ആണ്. എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സിൽ ഒരു നല്ല പെർഫോമൻസ് അപ്രൈസൽ ആവണമെങ്കിൽ അവിടെ കോൺഫിഡൻസ് ആൻഡ് മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടാവണം. എംപ്ലോയറും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പര വിശ്വാസവും കോൺഫിഡൻസും ഉണ്ടാവണം.
ദെൻ ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ്, ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസ് നടത്തുന്ന എന്തിനാണ് എന്നുള്ളതിൻ്റെ കൃത്യമായുള്ള ഒരു ലക്ഷ്യം അവിടെ ഉണ്ടാവണം. പെർഫോമൻസ് സ്റ്റാൻഡേർഡ് വേണം, അല്ലാതെ നമുക്ക് പെർഫോമൻസ് അപ്രൈസ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു എംപ്ലോയി 5 മണിക്കൂർ കൊണ്ട് ഇത്ര വർക്ക് അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഇത്ര വർക്ക് എന്നുള്ള കൃത്യമായ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിലാണ് അവരത് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് വേണം. എംപ്ലോയിക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ കാര്യം എങ്ങനെ ചെയ്യണം, നന്നായിട്ട് ചെയ്യാൻ പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ അയാൾക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടാവണം. പിന്നെ ജോബ് റിലേറ്റഡ് ബിഹേവിയർ ആണ് ഇവിടെ മെഷർ ചെയ്യേണ്ടത് പെർഫോമൻസ്. അപ്പോൾ അതിനകത്ത് ആ ഒരു ജോലി സംബന്ധമായിട്ടുള്ള അയാളുടെ പെർഫോമൻസ് ആണ് അവിടെ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ജോബ് റിലേറ്റഡ് ബിഹേവിയർ ആണ്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ, ഇയാളുടെ അപ്രൈസൽ റേറ്റ് അയാൾ എത്രമാത്രം നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളത് അവിടെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം. പിന്നെ അയാളുടെ പെർഫോമൻസിൻ്റെ പോരായ്മകളൊക്കെ അയാളെ ഇൻഫോം ചെയ്യാനും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി ചെയ്തു എന്ന് അഭിനന്ദിക്കാനും അവിടെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാവണം. വെറുതെ പെർഫോമൻസ് നോക്കിയിട്ട് കാര്യമില്ല, അത് എംപ്ലോയിനെ അറിയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടായിരിക്കണം. ദെൻ അടുത്ത സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷനിൽ എന്താ പറയുക, സൈസിനനുസരിച്ച് നമ്പർ ഓഫ് എംപ്ലോയീസിനനുസരിച്ചാണ് അവിടെ പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. പിന്നെ പോസ്റ്റ് അപ്രൈസൽ റിവ്യൂ, പെർഫോമൻസ് അപ്രൈസലിന് ശേഷം ഇടയ്ക്ക് ഇത് റിവ്യൂ ചെയ്ത് നോക്കണം. ഈ രീതിയിൽ തന്നെ അപ്രൈസൽ ചെയ്താൽ മതിയോ, മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളത് ഇടയ്ക്ക് റിവ്യൂ ചെയ്യണം. ദെൻ റിവ്യൂ ആൻഡ് അപ്പീൽ. ഇപ്പോൾ ഇതിനകത്ത് ഒരാളുടെ പെർഫോമൻസ് നമ്മൾ വാലുവേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇയാളുടെ പെർഫോമൻസ് ഒട്ടും പോരാ, അത് എംപ്ലോയിക്ക് അയാൾ പെർഫോം ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് അപ്പീൽ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഇത്ര സമയം കൊണ്ട് ഇന്ന വർക്ക് ചെയ്തിരുന്നു എന്ന് അയാൾക്ക് അപ്പീൽ ചെയ്യാനുള്ള ആ ഒരു അവസരവും കൂടെയുണ്ട്. ഇതൊക്കെയാണ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഇഫക്റ്റീവ് പെർഫോമൻസ് അപ്രൈസൽ. At the last part of this chapter is problem of performance appraisal. പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ചില പ്രോബ്ലംസ് അവിടെ ഉണ്ടാവാറുണ്ട്. അതിനകത്ത് ഇൻകൺസിസ്റ്റൻറ്റ് റേറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു എംപ്ലോയീനെ ഒരു 3 സൂപ്പർവൈസർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരേപോലത്തെ പെർഫോമൻസ് ആണ് അയാളിൽ നിന്ന് വന്നത് എന്നുള്ളൊരു റേറ്റിംഗ് വേണം. അതേസമയം ഒരാൾ പറയാണ് നന്നായിട്ട് പെർഫോം ചെയ്തു, ഒരാൾ പറയാണ് കുഴപ്പമില്ല, ഒരാൾ പറയണം ഒട്ടും പെർഫോം ചെയ്തില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേറ്റിംഗ് ശരിയല്ല. അപ്പോൾ അങ്ങനെ ഇൻകൺസിസ്റ്റൻറ്റ് റേറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയുക, റേറ്റേഴ്സിൻ്റെ പ്രശ്നമാണ് അവിടെ. അപ്പോൾ അത് ശരിയാവില്ല. പിന്നെ ഹാലോ എഫക്റ്റ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നമ്മൾ ഒരു എംപ്ലോയിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ അയാൾ നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഇയാൾ നല്ല പെർഫോമർ ആണ് എന്ന് നമ്മളങ്ങ് വിലയിരുത്തും. ചിലപ്പോൾ അയാൾ തുടക്കത്തിൽ അയാൾക്ക് അറിയില്ലാത്തതുകൊണ്ട് പതുക്കെ നിന്ന് പിന്നീട് അയാൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ തുടക്കത്തിൽ നിന്ന് ആ ഒരു ഇത് കണ്ടിട്ട് നമ്മൾ ഇയാൾ ഒരു പെർഫോമൻസും കാഴ്ചവെക്കില്ല, ഇയാളുടെ പെർഫോമൻസ് ശരിയില്ല, മടിയനാണ്, ലേസിയാണ് എന്ന് ഇവാലുവേറ്റ്. അപ്പോൾ അങ്ങനെ പറ്റില്ല. കൃത്യമായിട്ട് അയാൾ ഒരു ജോലി ചെയ്യുമ്പോൾ തുടക്കം മുതൽ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നവരെ എങ്ങനെ ചെയ്തു എന്ന് നോക്കണം. ആ ഒരു ഒറ്റ ഒരു മൊമെൻറ്റിൽ അയാളുടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല. അതാണ് ഹാലോ എഫക്റ്റ്. ഇങ്ങനെയായിരിക്കും തുടക്കത്തിൽ മടിയാണ്, അപ്പോൾ പിന്നെ ഇയാൾ ഫുൾ ഇങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാനായിട്ട് പാടില്ല. ദ പേഴ്സണൽ ബയാസ് ഓഫ് അപ്രൈസർ. ഇനി അപ്രൈസ് ചെയ്യുന്ന ആൾക്ക് അയാൾക്ക് ഒരാളോട് താല്പര്യമുള്ളതുകൊണ്ട് അയാൾക്ക് നല്ല റേറ്റ് കൊടുത്തു, ഒരാളോട് താല്പര്യം കുറവായതുകൊണ്ട് അയാൾക്ക് അത്ര നല്ല പെർഫോമൻസ് അല്ല എന്ന് വെച്ചു. അങ്ങനെയൊന്നും റേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ലെനിയൻസി ഓർ സ്ട്രിക്ട്നെസ്. ലെനിയൻസി മടിയനായിട്ടുള്ള റേറ്റർ ആണെങ്കിൽ നല്ല പെർഫോമൻസാന്ന് പറയും ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ. സ്ട്രിക്ട്നെസ് ഉള്ള ആളാണെങ്കിൽ നന്നായി പെർഫോം ചെയ്താലും കുഴപ്പമില്ല, അത്രയ്ക്ക് പോരാ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറ്റില്ല. ശരിക്കും പെർഫോമൻസ് ഇവാലുവേറ്റ് ശരിയായിട്ടുള്ള റിസൾട്ട് കൊടുക്കണം. ദെൻ ആവറേജ് റേറ്റിംഗ്. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ മടിയുള്ള ആൾ എല്ലാവർക്കും ഒരു ആവറേജിൽ അങ്ങ് റേറ്റ് ചെയ്യും. അതും പറ്റില്ല. കൃത്യമായിട്ട് നന്നായി പെർഫോം ചെയ്ത ആളെ നന്നായി ചെയ്തു എന്ന് തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ നോ ഡെഫിനിറ്റ് സ്റ്റാൻഡേർഡ്. ഇനി പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്, ഇന്നൊരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് റേറ്റ് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കണം. അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ സക്സസ് ആവില്ല. ദെൻ ലാക്ക് ഓഫ് റിലയബിലിറ്റി. ഇപ്പോൾ ഓരോരുത്തരുടെയും ജഡ്ജ്മെൻ്റ് ഒക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ ഒരാളുടെ അഭിപ്രായത്തിനനുസരിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇത് എത്രമാത്രം കൃത്യമാവുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. ദെൻ ഇൻകോമ്പിറ്റൻസി. ഇതിനകത്ത് റേറ്റ് ചെയ്യുന്ന ആൾക്ക് റേറ്റ് ചെയ്യാനുള്ള സ്കില്ലും കഴിവും ഇല്ല എങ്കിൽ, അതിനുള്ള കഴിവില്ലെങ്കിൽ അത് സക്സസ് ആവില്ല. പിന്നെ ട്രേഡ് യൂണിയൻ ഇതിനെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. ട്രേഡ് യൂണിയൻ റെസിസ്റ്റൻസ് കാരണം എംപ്ലോയിനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കാനാണ്, അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അവർക്കുണ്ടാകും. അപ്പോൾ ട്രേഡ് യൂണിയൻ ഇതിനെ എതിർക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സിമിലാരിറ്റി എറർ. ഇപ്പം നമ്മൾ ഇന്നൊരു പോരായ്മ ഇതിലുണ്ട്, എന്നാൽ പിന്നെ ഇന്ന ആൾക്കും ഇതേപോലെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപോലത്തെ എറേഴ്സ് വരാനുള്ള, അപ്പോൾ അല്ലെങ്കിൽ റേറ്റർക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റില്ല, അറിയില്ല, അപ്പോൾ ഈ ചെയ്യുന്ന ആൾക്കും അത് ചെയ്യാനുള്ള അറിവില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത. അങ്ങനെ ഒരു സിമിലാരിറ്റി എറർ പ്രതീക്ഷിച്ച്
റേറ്റ് ചെയ്യുക, അതും ഇതിനകത്തൊരു ലിമിറ്റേഷനാണ്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് പ്രോബ്ലംസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.